നമ്മുടെ അമ്മമാർക്ക് ഓരോ ദിവസവും ജോലിഭാരം കൂടിക്കൂടി വരികയാണ്. അതിന് കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ അമ്മമാർ തന്നെയാണ്. നമ്മുടെ ആൺകുട്ടികൾക്ക് അവർക്ക് കഴിച്ച പാത്രം അല്ലേ, അവർ ഭക്ഷണം നമ്മുടെ അമ്മമാർ തന്നെയാണ് ചെറുപ്പത്തിലെ അവർക്ക് ഭക്ഷണം കൊടുക്കുക, മുന്നിൽ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുക, അവരെ തനിയെ ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇത് അമ്മമാർ തന്നെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ കുഞ്ഞിലെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ എത്ര മുതിർന്നാലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഭക്ഷണം എടുത്തു കൊടുക്കുക, അവർ കഴിച്ചതിന് ശേഷം ആ പ്ലേറ്റ് അവിടെ തന്നെ അവർ ഇട്ട് പോവുകയാണ്. അത് അമ്മമാർ തന്നെ എടുത്ത് കഴുകി ക്ലീനാക്കി വയ്ക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രങ്ങൾ അമ്മമാർ തന്നെയാണ് കഴുകിയിടുന്നത്. ഇപ്പോഴും അങ്ങനെ നടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ശീലം മാറ്റിയെടുക്കുക. ഇത് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ അത്രയും നമ്മൾ സ്നേഹിച്ച് പരിപാലിക്കുക എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അതിന് മറ്റൊരു ദൂഷ്യവശം കൂടിയുണ്ട്. അവർ പിന്നീട് അത് ചെയ്യാൻ മടി കാണിക്കും. അവർ ഒട്ടും തന്നെ അതിൽ ഇഷ്ടപ്പെടുന്നില്ല. അത് അവരുടെ വിവാഹശേഷവും ആ പെൺകുട്ടിയാണ് ആ ഒരു കാര്യം അനുഭവിക്കേണ്ടി വരുന്നത്. ആൺകുട്ടികളെ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുക. നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മുന്നോട്ട് വരരുത്. അവരെ തനിയെ ഭക്ഷണമെടുത്ത് കഴിക്കാൻ ശീലിപ്പിക്കുക. അവരുടെ ആഹാരം, അവരുടെ വസ്ത്രങ്ങൾ തനിയെ വാഷ് ചെയ്യാൻ അനുവദിക്കുക. ഇതൊക്കെ അവരാണ് ചെയ്യേണ്ടത്. അവർ ഇങ്ങനെ ചെയ്യുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അവരുടെ അമ്മ ശീലിപ്പിച്ച ആ ഒരു ശീലം തന്നെയാണ്. അത് മാത്രമല്ല, അവർ നോക്കുമ്പോൾ അവരുടെ അച്ഛൻ കഴിച്ച ആ ഒരു പ്ലേറ്റ് അച്ഛനല്ല കഴുകി വയ്ക്കുന്നത്, അമ്മയാണ് അല്ലേ. അങ്ങനെ അച്ഛൻ്റേതായ പല കാര്യങ്ങളും അമ്മ ചെയ്തു കൊടുക്കുന്നത് ആ കുഞ്ഞ് കണ്ടാണ് വളരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ശീലം, ഞാനും ഇതാണ് ശീലിക്കേണ്ടത്. അതായത് അമ്മ ആ കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങളും അമ്മ ചെയ്തു കൊടുക്കുന്നു, അപ്പോൾ അത് അമ്മയുടെ ഡ്യൂട്ടിയാണ് എന്ന് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരു വിചാരം, ഒരു ചിന്ത ഉണ്ടാകുന്നു. ഇത് ആ കുട്ടിയുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് ആ കുട്ടി ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു കുടുംബത്തിൽ ഒരേ പരിഗണന കൊടുക്കുക. ആൺകുട്ടികൾക്ക് പ്രത്യേക പ്രയോറിറ്റി അങ്ങനെയൊന്നുമില്ല. രണ്ടും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവനവൻ്റെ കാര്യം ചെയ്യാൻ അവരെ പ്രാപ്തനാക്കുക. അവരെ വേർതിരിച്ച് കാണാതിരിക്കുക അല്ലേ. ആൺകുട്ടികൾ പല കുടുംബങ്ങളിലുമുണ്ട്. ആൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന. അവരെ കിച്ചണിൽ കൂടി കയറുന്നത് അപമാനമാണ്. നിന്റെ ഡ്യൂട്ടി പഠിക്കുക, നല്ല ജോലി മേടിക്കുക, അതുമാത്രം. അല്ലാതെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാനോ, അല്ലാതെ കഴിച്ചിട്ട് പ്ലേറ്റ് കഴുകി വയ്ക്കാനോ, തൻ്റെ വസ്ത്രങ്ങൾ കഴുകി വയ്ക്കാനോ, അതൊക്കെ നിൻ്റെ ഡ്യൂട്ടിയല്ല, അതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാണ്. അത് അമ്മമാർ തന്നെയാണ് ശീലിപ്പിക്കുന്നത്. പിന്നീട് അതിന് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ശീലങ്ങളും നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അത് ശീലിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ പാരൻസ് തന്നെയാണ്. താങ്ക് യു.